അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ലീഗ് ഘട്ടം അവസാനിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളും ഈ സീസണിൽ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഹൈദരാബാദ് FC-ക്കെതിരെ ഒരു 1-1 ഡ്രോയിലാണ് ഈ ഒരു സീസൺ അവസാനിപ്പിക്കുന്നത്. എന്താണെങ്കിലും അത്ര സാഡ് ആവണ്ട, കാരണം ഒരു തോൽവിയോടുകൂടി അല്ലല്ലോ ഈ സീസൺ അവസാനിച്ചത് എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കാം. ശക്തരായിട്ടുള്ള ഹൈദരാബാദ് FC-ക്കെതിരെ ഒരു സമനില നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു സീസണിൽ ഹൈദരാബാദിനെതിരെ 2 മത്സരവും വിജയിക്കാനാവാത്ത ഒരു ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുന്നു എന്നുള്ളതാണ് ഈ സീസണിൽ ഹൈദരാബാദ് FC-യുടെ ഒരു പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്തും കൂടാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു പോയിന്റോടുകൂടി 8ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. ഒഡീഷ FC-ക്ക് തൊട്ട് താഴെ 8ാമതായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. ക്വാർട്ടർ ഫൈനൽസ് വേണമായിരുന്നു അല്ലേ? അങ്ങനെ ഇനി ബ്ലാസ്റ്റേഴ്സ് വല്ല പെറ്റീഷൻ കൊടുക്കേണ്ടി വരും, കാരണം അങ്ങനെ പ്ലേ ഓഫ് കളിക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. സോ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു പ്ലേ ഓഫ് സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം നമുക്കിപ്പോൾ നമ്മൾ ഓരോ കളി കാണുമ്പോഴത്തേക്കും ഒരു മുൻവിധി ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ സാധ്യതകളൊന്നും ഇല്ല, ഇനിയിപ്പോൾ നമ്മൾ കളി ജസ്റ്റ് കാണുക, നമ്മൾ ഫാൻ ആയതുകൊണ്ട് കളി കാണുക എന്ന് പറയുന്നൊരു മുൻവിധിയിൽ കാണുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നമുക്ക് കളി അത്ര ഒരു എൻഗേജിങ് ആയിട്ടോ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ തരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ടീമാണ് എന്ന നിലയിൽ ഈ ഒരു മത്സരം കാണുന്നു. കാരണം സാധാരണ ഇതിൽ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കളി കാണുന്നത്. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ശ്രദ്ധ പോകാനുള്ള സാധ്യതകളൊക്കെ പലപ്പോഴും കൂടാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഞാനിപ്പം ഇന്നൊരു ലൈവ് പോയ സമയത്തും പറഞ്ഞ കാര്യമാണ്. അതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ആദ്യം കോറു ഐമൻ സെറ്റ് ചെയ്തത് ജസ്റ്റ് മിസ്സാണ്, ജസ്റ്റ് ഓഫ് ടാർഗറ്റ് ആയി പോയതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കോറോയ്ക്ക് വേണ്ടിയിട്ട് ഐമൻ സെറ്റ് ചെയ്തത് എനിക്കൊന്ന് ജസ്റ്റ് അടിച്ചിരുന്ന ഉറപ്പായിട്ടും ഗോൾ കയറേണ്ട ഒരു സാധ്യതയായിരുന്നു. അതുപോലെ സെക്കൻഡ് ഹാഫിൽ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ഇപ്പം ലൂണയ്ക്ക് തന്നെ 2 നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൂണയ്ക്ക് ഈ സീസണിൽ ഗോളടിക്കാനുള്ള ഒരവസരമായിരുന്നു അതൊക്കെ. ഡാനിഷിൻ്റെ ഒരു ഹെഡർ ബാറിൽ ഇടിച്ചു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഒരു ഗോൾ അടിച്ച് നമുക്കൊരു പ്രതീക്ഷയൊക്കെ നൽകിയതാണ്. അത് ആക്ച്വലി കോർണർ സിറ്റുവേഷനിൽ നിന്നൊരു ഗോൾ വരുന്നു എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യം. സീസണിലെ അവസാനത്തെ ഗോളെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നല്ലോ. പക്ഷേ അത് ഡയറക്റ്റ് ഒരു കോർണർ വന്നിട്ട് വന്നതല്ല, അത് വന്നു പിന്നീട് ഐമൻ്റെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ്. അത് ട്യൂസൻ ലഗാത്തോർ കറക്റ്റായിട്ട് നിന്നു, ഒരു റൈറ്റ് പ്ലേസിലുണ്ടായിരുന്നു, ഗോൾ അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് ചാൻസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഞ്ച് തകർക്കുന്ന തരത്തിലുള്ള ഒരു ഗോൾ വരുന്നത്. മലയാളികളുടെ നെഞ്ച് തകർത്തെങ്കിലും ആ ഗോൾ അടിക്കുന്നത് ഒരു മലയാളി താരമാണ്. റബീൻ്റെ ഒരു ക്രോസിൽ നിന്നാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഐബൻ അത് തൻ്റെ ആപ്സ് കൊണ്ടോ മറ്റോ ആണ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടിയിട്ട് പൊങ്ങി വന്ന പന്താണ്. ഉഗ്രൻ ഒരു ബൈസിക്കിൾ ഗോള് അടിച്ചിട്ടാണ് ഈ ഒരു സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോളെന്നോ ബെസ്റ്റ് ഗോളെന്നോ ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും വിശേഷിപ്പിക്കാം. സൗരവിൻ്റെ ആ ഒരു ഗോൾ കീപ്പർക്ക് ഒന്നും യാതൊരു വിധത്തിലൊന്നും ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗോളിലൂടെയാണ് ഹൈദരാബാദ് FC 1-1 എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ഹൈദരാബാദ് FC കുറച്ചും കൂടി ചാൻസസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ വന്നത്. ഈ പറഞ്ഞ പോലെ 2 ടീമുകൾക്കും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുള്ള അവസരങ്ങളെയൊക്കെ പറ്റി. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോറ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പെനാൽറ്റി സേവാണ്. സോ അത് കൊണ്ട് ഹൈദരാബാദ് FC ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നോറയുടെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു, ദേവേന്ദ്ര മുരുകക്കർ നടത്തിയിട്ടുള്ളൊരു ഷോട്ട്, അത് ഡബിൾ സേവാണ്. അത് ആക്ച്വലി നോറ ഫെർണാണ്ടസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഈ 3 മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന നിലയിൽ ഒരു ഗോള് കൺസീഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം പല ഗോൾ കീപ്പേഴ്സും മാറി മാറി കളിച്ച് എല്ലാ മത്സരത്തിലും ബ്ലണ്ടർ മിസ്റ്റേക്സുകൾ സംഭവിക്കുന്ന ഒരു നിലയ്ക്കായിരുന്നല്ലോ പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, എന്തുകൊണ്ട് നോറ ഫെർണാണ്ടസിനെ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ആരാധകർക്ക് ഉന്നയിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ പറയാം, മറ്റുള്ള ഈ ഒരു മത്സരങ്ങളിലൊന്നും നോറയെ അത്രമേൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പോലും പറയുകയാണല്ലേ, ആ നോറയ്ക്ക് ആ ദേവേന്ദ്രൻ്റെ സേവും വേണമെങ്കിൽ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ആക്കി മാറ്റാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു നല്ല അടിപൊളി സേവ് തന്നെയായിരുന്നു, അതിൽ യാതൊരു വിധത്തിലൊന്നും പറയാനില്ല. എനിവേ 1-1 എന്ന് പറയുന്നൊരു നിലയിൽ ഈ ഒരു മത്സരം സമനിലയിൽ പിരിയുന്നു. പിന്നെ ഒരു റഫറി മിസ്റ്റേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പലരും ഇന്ന മത്സരത്തിൽ മിസ്റ്റേക്ക് വരുന്നത് ഈ 2 ഭാഗത്തു നിന്നുള്ള എറേഴ്സും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആ പെനാൽറ്റി സേവ് പോലും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം നോറ തൻ്റെ പൊസിഷൻ മാറിയോ എന്നുള്ള നിലയ്ക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ
വിധിക്കപ്പെടാതെ പോയ പെനാൽറ്റി, കിട്ടിയ പെനാൽറ്റി, ഇതിലെല്ലാം ഇപ്പം പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി റഫറി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വീഡിയോസിലും മാച്ച് റിവ്യൂ കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഏത് തരത്തിലൊക്കെ വന്നാലും, ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലാത്ത ഏത് മാച്ചോ മറ്റു മാച്ചുകളോ എന്ത് വന്നാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നതിലത്തെ അർത്ഥമാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത് റഫറി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഒരു ടീം ഫൗൾ ചെയ്യപ്പെടുന്ന പോലെ, ഗോൾ അടിക്കുന്ന പോലത്തെയൊക്കെ റെഗുലർ ആയിട്ടുള്ളൊരു കാഴ്ചയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? കമ്പോസ് സനിയ.